നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്ത നമ്മുടെ സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്റെ മനസ്സിൽ എവിടെയോ അദ്ദേഹം മുൻ സ്പീക്കർ എന്നൊരു തോന്നുന്നു. ഇല്ല, അദ്ദേഹം സ്പീക്കർ ആയിരുന്നിട്ടില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നിട്ട് മാത്രം പലതവണ മന്ത്രിയായിരുന്നു, അദ്ദേഹം സ്പീക്കർ ആയിരുന്നിട്ടില്ല. അദ്ദേഹം മന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളാണ്, തീർച്ചയായും സീനിയറാണ്. സീനിയറാണ്. സ്പീക്കർ നല്ല പദവിയാണ്. ഈ കുറെ ഇടക്കാലത്ത് ഇവന്മാർ വഴിയെ തോന്നുന്നവരൊക്കെ സ്പീക്കർ ആക്കിയത് ഒഴിച്ചാൽ അല്ല, അതെ, തിരുവഞ്ചൂർ. കാരണം അക്കം പുരുഷോത്തമനെ പോലുള്ള ആളുകൾ എത്ര വി എം സുധീരൻ സ്പീക്കർ, വർക്കല രാധാകൃഷ്ണൻ, നമ്മൾ പിന്നെ എത്രയോ മഹാന്മാരായ ആളുകൾ, CH മുഹമ്മദ് കോയ സ്പീക്കർ ആയിരുന്നിട്ടുണ്ട് കേരളത്തിന്റെ. ആ ഒരു ഗമ പോയി പിന്നീട്. അതാണ് അത് ആദ്യകാലങ്ങളിൽ എത്ര വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾ തന്നെയായിരിക്കും സ്പീക്കറായിരുന്നു. സീതി സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ വളരെ റെനൗണ്ട് ആയിട്ടുള്ള ആൾ ഉണ്ടായിരുന്നു. അതുപോലെ മൊയ്തീൻകുട്ടി ഹാജി, അദ്ദേഹമാണ് ഒരു ദീർഘകാലം സ്പീക്കറായിരുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ ഇവരെല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല സാമാന്യ ധാരണയുള്ളവരും. വർക്കല രാധാകൃഷ്ണനൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു രക്ഷയില്ല. അദ്ദേഹം അന്ന് നിയമം ആരെന്നുള്ള ആളാണല്ലോ. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടു. 6 ഭാഷകളുടെ മറ്റേ നിയമസഭ റദ്ദാക്കിയത് വർക്കല സ്പീക്കറായ സമയത്താണ്. എന്തായാലും തിരുവഞ്ചൂര് ഒരു സീനിയർ നേതാവായതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യും. ആരും പറയുന്ന അടിമപ്പണി ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഇല്ല. സഭയുടെ അന്തസ്സ് കുറച്ചുകൂടെ ശക്തമാവും. അതെ, സീനിയർ ഒരാൾ വരുമ്പോൾ എല്ലാവരും നമ്മൾ സാറെന്ന് വിളിക്കണം. ഒരു വളരെ ജൂനിയറിനേക്കാളും എല്ലാവരും സാറെന്നാണ് വിളിക്കേണ്ടത്. മാത്രമല്ല, സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അദ്ദേഹം. കേരള നിയമസഭ എന്ന് പറയുമ്പോൾ വലിയൊരു പാരമ്പര്യമുള്ളതല്ലേ. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ അതിനകത്ത് ഈ ഹേമചന്ദ്രൻ സാറിനെ ഉപദേഷ്ടാവായി എടുത്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതൊരു അദ്ദേഹം സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഏറ്റിട്ടുള്ള എല്ലാ കാര്യം അത്ര മാന്യമായി പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹം. അത് എല്ലാവരും വളരെ സ്നേഹത്തോടെ ഒരു പദവിക്കും പോയിട്ടില്ല. ഇല്ല, അദ്ദേഹം ഒന്നും പോകില്ല. അദ്ദേഹം 6 ബാലകൃഷ്ണയുടെ അടുത്ത് ബന്ധുവാണെന്ന് തോന്നുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ഒരിക്കലും പോയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അല്ല, ഈ ഇദ്ദേഹത്തെ പിണറായിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പ്രധാനപ്പെട്ട പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ട്രാൻസ്പോർട്ടിന്റെ MD ആക്കി വെച്ചു. അത് തന്നെ പോലീസിൽ നന്മ വരാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ്. രമേശ് ചെന്നിത്തല അതിൻ്റെ അകത്ത് വളരെ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ താഴെയുള്ള ഓഫീസർമാരോ ഓരോരുത്തരുടെയും ചരിത്രം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അത് അറിഞ്ഞ അല്ലാത്ത ഒരാളെ കൊണ്ട് പൊളിറ്റിക്കൽ അഡ്വൈസർ ആക്കണേക്കാളും നല്ലത്, പോലീസ് ഓഫീസർ ആക്കണേ നല്ലത്. ഇത് കൃത്യമായിട്ട് ആളിനെ അറിയാമല്ലോ, വ്യക്തികളെ ഓരോ ഇൻഡിവിജ്വലായിട്ട് അറിയാമല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ 4 വർഷം. അത് വളരെ രസകരമാണ്. ഇതിപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബന്ധുക്കളെ, വേണ്ടപ്പെട്ടവരെ, സുഹൃത്തുക്കളെയും പാർട്ടിക്കാരെല്ലാം കൊണ്ട് 2.5 വർഷം ഇരുത്തും. 2.5 വർഷം അവന് പെൻഷൻ ഉറപ്പായി, അവനെ മാറ്റും, അടുത്ത സംഘം വരുന്നു. ഇതൊന്നും ഈ രാജ്യത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഈ പെൻഷൻ ഇല്ല. മാത്രമല്ല ഇത്ര പേഴ്സണൽ സ്റ്റാഫും ഇല്ല. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് 15 പേരേ ഉള്ളൂ. ഡോക്ടർ അശോകിന്റെ ഇന്റർവ്യൂ ആണോ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു തോന്നുന്നത്. സഹമന്ത്രിക്ക് അതും ഇല്ല. 2-3 പേരെ കാണുള്ളൂ. 2-3 പേരെ കാണത്തുള്ളൂ. അല്ല, ഇത് വളരെ. അത് മാത്രമല്ല, ഇവരെല്ലാം തന്നെ ഡെപ്യൂട്ടേഷൻ ആയിരിക്കും. അതെ, തമിഴ്നാട്ടിൽ ഒരാളെ ഒരു മന്ത്രിക്ക് പ്രൈവറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റതെല്ലാം ഡെപ്യൂട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചാൽ ശമ്പളം പിന്നെ അങ്ങ് കൊടുത്തോളൂല്ലോ, എന്തായാലും കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, ഇത് ഞാൻ പിന്നീട് അറിഞ്ഞൊരു തമാശ, ഈ പുറത്തുനിന്ന് പറഞ്ഞ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയി വരുന്ന ആളുകൾക്ക് ഭീകരമായ ശമ്പളമാണെന്നാണ്. അതായത് പ്രഭാവർമ്മ എവിടെ ഇരുന്നപ്പോൾ പ്രഭാവർമ്മയുടെ റാങ്ക് എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു IAS-കാരൻ, അയാളുടെ ലാസ്റ്റ് അവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എല്ലാവരും ആണോ നിർബന്ധമില്ല. ഒരു IAS-കാരൻ, അതായത് കഷ്ടപ്പെട്ട് സിവിൽ സർവീസ് എഴുതിയെടുത്തിരിക്കുന്ന ഒരു IAS-കാരന്റെ സർവീസിൽ ഇപ്പം ശിവശങ്കർ ഒന്നും ആയിട്ടില്ല, ബിജു പ്രഭാകർ ആയിട്ടില്ല, അവരൊക്കെ സെക്രട്ടറി ആയിട്ടുള്ളൂ. അങ്ങനെ ഉയർന്ന പദവിയിലെത്തുന്ന ആ പോസ്റ്റിലാണ് നിയമിച്ചിരുന്നത്. അതുപോലെ എല്ലാവരും എനിക്ക് തോന്നുന്നത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ഗവൺമെന്റ് സെക്രട്ടറി റാങ്കാന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അപ്പൊ അതേ ശമ്പളം ആനുകൂല്യമാണ് കിട്ടുന്നതെന്നാണ്. അതേ ശമ്പളം ആനുകൂല്യം, പെൻഷനും നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ സർക്കാരിന് നമ്മളോട് നികുതി പണം എടുത്ത് കുറഞ്ഞത് 4750 രൂപയാണ് പെൻഷൻ. ഇതിനെ ഒരു കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു. 4 വർഷമെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ കൊടുക്കാവൂ. നിയമം കൊടുക്കുക നല്ലതാണ്. കാരണം ഒരു മന്ത്രി തന്നെ 60 പേർക്ക് പെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകത്തില്ല. അത് ഒഴിവാക്കി മോശമാണ്. ഈ പി സി ജോർജ് ചീഫ് വിപ്പ് ആയിരുന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ഈ ചീഫ് വിപ്പിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഒരു പണിയില്ലെങ്കിൽ 30% സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 30 പേഴ്സണൽ സ്റ്റാഫിൽ ഭൂരിപക്ഷം പേരും മറ്റേ പേരിൽ മാത്രമായിരുന്നു, കണക്കിൽ. അവരുടെ വീട്ടിൽ അതിൽ ഒരാളെ എനിക്കറിയാം, ഒരു മെഡിക്കൽ സ്റ്റോറുകാരനായിരുന്നു. പുള്ളി അവിടെ മെഡിക്കൽ സ്റ്റോർ നടത്തുമായിരുന്നു. ടെക്നിക്കലി അദ്ദേഹം സ്റ്റാഫാണ്, പൈസ മേടിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്, അറിയാമോ. അതായത് ഇപ്പം ഈ ഒരു MLA ഇപ്പം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. എന്നോടൊരാൾ പറഞ്ഞത്, ഈ MP ആയിരിക്കുന്നു അല്ലെങ്കിൽ MLA ആയിട്ട് ഒരാൾ പണിയെടുത്ത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്താൽ അയാൾക്ക് പെൻഷനുണ്ട്. ഈ പെൻഷനും പറ്റും അയാൾ പിന്നീട് MLA ആകുമ്പോൾ അതും മേടിക്കുന്നു പറയുന്നു. ഉദാഹരണത്തിന് ഇപ്പം രമേശ് ചെന്നിത്തല MP ആയിരുന്നല്ലോ, MP പെൻഷനും കാണും, പ്ലസ് MLA പെൻഷൻ. ഇപ്പൊ MLA-യുടെ ശമ്പളവും കാണും.
അല്ലെങ്കിൽ നമ്മുടെ ഉമാ തോമസ് കുടുംബ പെൻഷനുണ്ട്, ഭർത്താവിന്റെ PT MLA MP ആയിരുന്നിട്ടുണ്ട്, MP ആയിരുന്നു, അതിന്റെ കുടുംബ പെൻഷനുണ്ട്, MLA എന്നുള്ള പെൻഷൻ. അപ്പൊ ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഇതൊക്കെ വാസ്തവത്തിൽ ഓഡിറ്റ് നടത്തി കണ്ടുപിടിച്ച് കംപ്ലീറ്റ് തിരിച്ചു പിടിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവരൊക്കെ തന്നെ ഈ ആരും പിടിക്കാൻ പോകത്തില്ലല്ലോ, ഇവരൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതിൻ്റെ അകത്തൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള വർധനവ് നേരത്തെ ഒരു ലിമിറ്റിലായിരുന്നു. ആ ലിമിറ്റ് കടന്നു പോകാൻ കാരണം എന്താണെന്നറിയോ? ഈ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിച്ചോടെയാണ്. അത് വെച്ച് അതിൻ്റെ അപ്പോൾ സാധാരണഗതിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ ശുപാർശ വരുമല്ലോ, മന്ത്രിയുടെ ഓഫീസിലേക്ക് വരുമല്ലോ. ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിടിക്കും, മന്ത്രിയുടെ അടുത്ത്. പക്ഷെ ഇവരെയും കൂടെ ഉൾപ്പെടുത്തിയതോടുകൂടിയാണ് ഈ പെൻഷനും ഈ ശമ്പള വർധനയെല്ലാം ഈ അതിര് കടന്നത്. ഇതിൽ രസകരമായ കാര്യം ഓർമ്മ ഉണ്ടായിരിക്കും, 2006 PK ശ്രീമതി ടീച്ചർ മന്ത്രിയായപ്പോൾ അവരുടെ മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി ഇല്ലാത്ത പുകിലൊന്നും ഇല്ലായിരുന്നു. അല്ല, ഇതെല്ലാരും അതാ ഞാൻ പറഞ്ഞു, എല്ലാരും ചെയ്യുന്നുണ്ട്. മരുമകനെ മന്ത്രിയാക്കാമെങ്കിലാണ് പിന്നെ മരുമകളെ ആക്കാൻ പറ്റാത്തത് പോലെ എടുത്തിട്ടുണ്ട്. ഇത് ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ശരിക്കും പറഞ്ഞൊരു വെള്ളാന പരിപാടിയാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് പരാതിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് മുൻകാല പ്രാബല്യം പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി പേർ ആദ്യത്തെ 2.5 കൊല്ലവും പിന്നെ 2.5 കൊല്ലമായി വന്ന് അവർക്കൊക്കെ ഇനി പെൻഷൻ കൊടുക്കേണ്ടി വരും. ഇതിന് 4 കൊല്ലം എന്നൊരു മാനദണ്ഡം കഴിഞ്ഞ സർക്കാരിന് ബാധകമാവുന്ന തരത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നെങ്കിൽ അത് ലാഭിക്കാമായിരുന്നു. ഇതുപോലെ ഒന്നാണ് VD സതീശൻ പലതവണ നിയമസഭയിൽ പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് PSC അംഗങ്ങളുടെ എണ്ണവും അവരുടെ പെൻഷനും. ഇതേക്കുറിച്ച് അദ്ദേഹം ഇത് ശരിയല്ല എന്ന്, പലരും പൈസ വാങ്ങിച്ചുകൊണ്ട് പോലും പൈസ നൽകിയിട്ട് പോലും PSC മെമ്പർമാരായി മാറുന്നു, ഇതിന് അറുതി വരുത്തണമെന്നൊക്കെ പറഞ്ഞ അന്ന് ഇപ്പോൾ വലിയ കനത്ത ശമ്പളവും പെൻഷനും അല്ലേ, വലിയ ശമ്പളം. അതായത് ഈ PSC അംഗങ്ങളുടെ പെൻഷന്റെ മാത്രം പ്രത്യേകത എന്നറിയോ? നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പൊ നിങ്ങളിപ്പം MLA പെൻഷൻ 4750 കുറഞ്ഞ പെൻഷൻ, മാക്സിമം 50,000 വരെ പോകുള്ളൂ, അത് കൂടി വരുന്നുണ്ട്. പക്ഷെ PSC അംഗങ്ങളുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഫുൾ സർവീസ് കണക്കാക്കിയ പെൻഷൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവര് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷൻ എത്രയാണോ ആ പെൻഷൻ ശമ്പളം എത്രയാണോ അതിന്റെ 50%. അതായത് നിങ്ങളിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾ 20ാമത്തെ വയസ്സ് ജോലിക്ക് കയറുന്നു വെച്ചോളൂ, നിങ്ങൾ 56ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യുന്നു, അതായത് 36 വർഷം സർവീസ്. ഈ 36 വർഷത്തെ സർവീസ് അനുസരിച്ച് നിങ്ങളുടെ ശമ്പളം വരുന്നത്. ആ ശമ്പളത്തിന്റെ പകുതിയാണ് പെൻഷൻ. PSC അംഗങ്ങൾ അവരുടെ ശമ്പളത്തിന്റെ പകുതിയാണ് പെൻഷൻ. ഒരു 6 വർഷം 6 വർഷം അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശമ്പളം അവർ ഏതാണ്ട് ഗവൺമെന്റ് സെക്രട്ടറി റാങ്കാണ്. ഏതാണ്ട് എനിക്ക് അതിൽ കൂടുതൽ ശമ്പളം 2.5 ലക്ഷം കണ്ട് 2 ലക്ഷത്തിൽ 2.5 ലക്ഷം വലിയ തോതിൽ കൂട്ടുകയും ചെയ്തു. 2.5 കണ്ടാക്കി. ഈ 2.5 ലക്ഷത്തിന്റെ പകുതി, അതായത് 1.25 ലക്ഷം രൂപയാണ് അവരുടെ പെൻഷൻ. ആലോചിച്ച് നോക്കിയോ, ഒരു PSC ഒരാൾ ജീവിതത്തിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ സമൂഹത്തിന്റെ അഴിമതിക്കെതിരെ, ഞാൻ പലരോടും പറയാറുണ്ട്, ഞാൻ ഈ സമൂഹത്തിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമൊക്കെ നിർത്താൻ തീരുമാനിച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ PSC അംഗമാകുന്നതാണ്. കാരണം അത് ബാക്കി എല്ലാത്തിനേക്കാൾ എന്നെ ആകർഷിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ അതിനെ എതിർക്കുന്നു, ഇത് അന്യായമെന്ന് പറഞ്ഞു. ഞാനൊരു ഈ അഴിമതി എതിർക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഞാൻ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം, ശരി ഞാൻ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിക്കുക, എന്നെ PSC അംഗമാക്കാന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്നെ PSC അംഗമാക്കിയാൽ ഞാൻ നിർത്തുന്നല്ല ഉണ്ട്, അങ്ങനെ കരുതരുത്. ഇപ്പം എന്നെ PSC അംഗമാക്കാതെ ഞാൻ നിർത്തൂല. പക്ഷെ PSC അംഗം ആക്കാൻ നമ്മൾ ഈ പണി നിർത്താൻ തീരുമാനിച്ചാൽ PSC അംഗമാവുക. PSC അംഗം ആയിക്കഴിഞ്ഞാൽ 6 കൊല്ലം പണിയെടുക്കുക, വലിയ ശമ്പളം മേടിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എവിടെ പോലും കിട്ടാത്ത 1.25 ലക്ഷം രൂപ ശമ്പളം പെൻഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ സർക്കാർ ഉദ്യോഗത്തിൽ പോയി നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. അല്ല, അത് ഈ സർക്കാർ അക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനമാണ്. കാരണം UPSC പോലും 8 വരെ അംഗങ്ങളുള്ളൂ, ഇന്ത്യയിലെ മുഴുവൻ നിയമനം നടത്തും. രാജ്മോഹൻ ഈ പറയുന്ന സീറ്റ് കിട്ടാത്തവരും അധികാരം കിട്ടാത്തവരും ജയിക്കാത്തവരുമായി ചെവിതീരുകൾ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, എന്തോ ഒരു പ്രസ് അക്കാദമി നിങ്ങളുടെ എത്രയോ സുഹൃത്തുക്കൾ ഇപ്പൊ ചെയർമാനാകാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചപ്പോൾ ഞാൻ പേര് പറയുന്നത് എൻ്റെ പറയാം, അദ്ദേഹത്തോട് വേറെ ആൾ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ അക്കാദമി ചെയർമാനാൻ സാധ്യതയുണ്ടോ? എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ചെയർമാനാകുമെന്ന്. പ്രസ് അക്കാദമി ചെയർമാൻ. അപ്പോൾ ഈ നമ്മളെ വിളിച്ച മനുഷ്യൻ ഇതിലൊന്നും പോയ ആളല്ല, അദ്ദേഹം മറ്റേ മോഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ ഞാനും കേട്ടു എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഈ മറ്റേ മോഹി താർന്നു. അതല്ല, ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവരാരും ഒരു മാധ്യമപ്രവർത്തകർ നമ്മൾ കണ്ടിട്ടില്ല ഈ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നത്. ഇവരെല്ലാം വീണ്ടും LDF അധികാരത്തിൽ എന്ന് പറഞ്ഞിരുന്നവരാ. ഇവരൊക്കെ ഇപ്പൊ കുപ്പായം തയ്പ്പിച്ചുകൊണ്ട് പ്രസ് അക്കാദമിയിൽ കയറാൻ വേണ്ടി നടക്കുവാണ്. പ്രസ് അക്കാദമി ചെയർമാൻ, ഓരോ മന്ത്രിയുടെ പ്രസിഡന്റ്, എന്താണ് പ്രസ് സെക്രട്ടറി, അതിനുവേണ്ടി വ്യാപകം എന്നെ പറയാൻ വിളിച്ചു, നിങ്ങളെങ്ങാനും ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി യൗമാര് മോഹികളാണ് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ എതിരാളി വേറെ വരുന്നതെന്ന് അറിയാൻ പലരെയും വിളിച്ചു ചോദിക്കുന്നത്. അതൊന്ന്. രണ്ട്, അതുപോലെ തന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാവോ, വിവരാവകാശ കമ്മീഷൻ പത്രക്കാർ കിട്ടുന്നുണ്ട്.
നമ്മുടെ നമുക്ക് പരിചയമുള്ള പലരും ഉണ്ട്. അതെ അതെ. അപ്പോൾ ഈ തസ്തികയിലെല്ലാം PSC കിട്ടാറുണ്ട്. ഉണ്ട്. മനോരമയിലെ ബോണിയൊക്കെ PSC-ലാണ്. അപ്പം ഇത്തരം തസ്തികകൾക്ക് വേണ്ടി ഇടികൂടുന്നവരുടെ എണ്ണം കൂടുതലാണ്. എനിക്ക് ഇപ്പം ഞാനൊരു തസ്തിക ആഗ്രഹിക്കുന്ന ആളല്ല. ആരെങ്കിലും ഒരു തസ്തിക തന്നാലും വേണ്ടെന്ന് പറയും. എന്നാൽ പോലും നിനക്ക് ഈ തസ്തിക ഇരിക്കുന്നു ചോദിച്ചാലൊരു സുഖം ഉണ്ടല്ലോ. നമ്മളോട് ചോദിച്ചല്ലോ, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നില്ല. ഈ തസ്തിക നിനക്ക് വേണോന്ന് ചോദിച്ചാൽ നമുക്കൊരു ആത്മനിർവൃതി ഉണ്ടാവും. അതിനകത്ത് ഇവർ മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പോലെ നിശബ്ദമായി ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാരിനെതിരെ പോരാടി ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പം ജോളി എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. ജോളിയുടെ പേര് ജോളി എന്ന് എനിക്കറിയില്ല. ജോളി എന്നാണ് അയാൾ സോഷ്യൽ. പക്ഷെ നിരന്തരമായി ഈ ജോളി എന്ന് പറയുന്ന ആൾ ഈ പിണറായി സർക്കാരിനെതിരെ എങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അയാൾക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്. ഈ പുതിയ സർക്കാർ, അതായത് VD സതീശൻ സർക്കാരും അവരുമായി ബന്ധപ്പെട്ടവരും മറന്നു പോകുന്നൊരു കാര്യം, ഈ ജോളിയെ പോലെ അല്ലെങ്കിൽ ബൈജു സ്വാമിയെ പോലെ സർക്കാരിനെതിരെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഈ ആശാ ലോറൻസ് ഈ മനുഷ്യരൊക്കെ ഇവരുടെ എല്ലാം കൂടി ഒരു കൂട്ടായ പ്രയത്നമാണ് വാസ്തവത്തിൽ ഈ ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ കാരണം. നമ്മൾ ഒരു വലിയ ലീഡ് റോൾ എടുത്തു. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഈ പിണറായി സർക്കാരിനെതിരെ നിർഭയം പോരാടി, അതായത് മറ്റൊന്നും ഏത് നഷ്ടം, കാരണം എല്ലാവരും ലാഭത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർഭയം പോരാടിയ മനുഷ്യരോടെങ്കിലും ഇവരിപ്പോ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ലായിരുന്നു. മൂന്നാമത് ആർക്കും ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ നിർഭയം പോരാടിയവരെ വിളിച്ച് അവരോട് കൊടുത്തൊരു വിരുന്ന് കൊടുത്ത് അവരോട് കൊടുത്തുള്ള ആദരം വിരുന്നൊക്കെ അവർ കയ്യിൽ നിന്ന് കാശ് കൊടുത്തോളൂ. അതെ, ഞാനീ പറഞ്ഞ ആയിരക്കണക്കിന് മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ പോരാടിയവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്കൊരു വിരുന്ന് കൊടുത്ത് അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ച് ഫോട്ടോ എടുത്ത് അത്തരം ഒരു മര്യാദയെങ്കിലും VD സതീശൻ കാണിക്കണമെന്ന് അഭിപ്രായം എനിക്കുണ്ട് ഈ കാര്യത്തിൽ. ഒന്നത്. രണ്ട്, എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വലിയൊരു അപകടത്തിലേക്ക് VD നീങ്ങുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പം ഞാനെപ്പോഴും VD സതീശൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും പ്രതീക്ഷയോടെ കാണുന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇപ്പം ആന്റണി, കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇതായിരുന്നു നമ്മുടെ ഒരു ക്രോണോളജി ഇല്ലേ? അതെ. അപ്പം ആന്റണിയും കരുണാകരനുള്ള കാലത്ത് UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആന്റണിയോ കരുണാകരനാണ്. അടുത്ത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയായി. ഉമ്മൻചാണ്ടിയുടെ ആ കാലത്ത് ഉമ്മൻചാണ്ടിയായി. പിന്നീട് രമേശ് ചെന്നിത്തല ആവേണ്ടതായിരുന്നു, പക്ഷെ ആയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതുവരെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഹെവി വെയിറ്റ് ലീഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഹെവി വെയിറ്റ് 2 ഹെവി വെയിറ്റ് ലീഡർ ഉണ്ടാവും. അവരുടെ അവകാശമാണ് മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷെ അങ്ങനെയല്ല VD സതീശൻ മുഖ്യമന്ത്രി ആയത്. ഹെവി വെയിറ്റ് ലീഡേഴ്സ് അവരെക്കാൾ കൂടുതലുണ്ട്. രമേശുണ്ട്, KC ഉണ്ട്, ഈവൻ എത്രയോ ആളുകൾ VM സുധീരനും K സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും എത്രയോ ആളുകൾ യോഗ്യതയുള്ള ഒരു ഘട്ട ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം മുരളീധരൻ അവരെല്ലാം മറികടന്നുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആയത് അദ്ദേഹത്തിന് കേപ്പബിലിറ്റി കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാത്രം. ഞാൻ പറഞ്ഞേ, അല്ലാതെ ഒരു പരമ്പരാഗത രീതി കൊണ്ടല്ല. പരമ്പരാഗത രീതി മൊത്തം അതുകൊണ്ട് VD സതീശന് മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ VD സതീശൻ ഔട്ടാണ്. എല്ലാ ഉത്തരവാദിത്വം VD സതീശൻ തലയിരിക്കും. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ കൂടി. അതേസമയം ഉമ്മൻചാണ്ടി തോറ്റാലും ഉമ്മൻചാണ്ടി ആയിരുന്നു അടുത്ത തവണ, കരുണാകരൻ തോറ്റാലും കരുണാകരനായിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ VD സതീശൻ തോറ്റാൽ പ്രതിപക്ഷ നേതാവ് പോലും VD സതീശനായില്ല. അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത രീതി മാറി നടക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും വലിയ പ്രതീക്ഷ ഉണ്ടാക്കാനും ഒരു ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടാവും, ശ്രമവും ഉണ്ടാവും. മാത്രമല്ല ഭൂരിപക്ഷം ആവശ്യത്തിന് ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കുറവായിരുന്നു. 63 പേരാണ് കോൺഗ്രസിന് മാത്രമുള്ളത്. ലീഗിന്റെ അന്ത്യശാസനത്തെ ഭയന്ന് കഴിയണമായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. കേരള കോൺഗ്രസ് പണങ്ങിയാൽ പോലും പ്രയാസമായിരുന്നു. കാരണം RSP പോലും എനിക്ക് അന്ന് RSP അനൂപ് ജേക്കബ് ഇങ്ങനെയുള്ള ചെറുകിട ആളുകളൊക്കെ പിണങ്ങിയാൽ പോലും ഒരാളോടും പിണങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അവരുടെ എല്ലാം താല്പര്യം സംരക്ഷിക്കും. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. കോൺഗ്രസിനെ ലീഗ് ഇല്ലെങ്കിൽ പോലും ഭരിക്കാം, ധൈര്യമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം, എന്ത് നടപടി സ്വീകരിക്കാനുള്ള. അതേസമയം ലീഗും കോൺഗ്രസും നടത്തുന്ന കാലം കേരള കോൺഗ്രസിനെയോ ഒന്നിനെ മൈൻഡ് ചെയ്യാൻ വേണ്ട. ഈ സാഹചര്യത്തിൽ സതീശൻ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എങ്കിൽ മാത്രമേ സതീശന് നിലനിൽപ്പുള്ളൂ. അത് അധികം വൈകിക്കരുത് എന്നൊരു അവിടെയാണ് പ്രശ്നം. അതായത് നമ്മൾ വരുന്ന നമ്മുടെ മെയിൻ വിഷയം അത് തന്നെയാണ്. ഞാനിപ്പോഴും ഈ സാഹചര്യത്തിൽ കരുതുന്നു ഒരു ആപത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ് റിനിയുടെ വിഷയം. അതെ. അപ്പോൾ ആ റിനിയുടെ വിഷയത്തെ ലഘുവായി കാണുകയാണ്. ഇപ്പം VD സതീശനോട് ആരോട് ചോദിച്ചു, റിനിയെ കൂവിയതിനെയൊക്കെ ചോദിച്ചപ്പോൾ ആരാണതിന് പിന്നിൽ നിന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചു.
രാഹുൽ മാങ്കൂട്ടത്താണ് ഉദ്ദേശിച്ചത്. അതെ. വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ ചെയ്ത് കുവിച്ചതാണോ? ഒരിക്കലും അല്ല. അത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ള വികാരം ആരും പറഞ്ഞു ജയിപ്പിച്ചല്ല. അതൊരു ഓർഗാനിക് മൂവ്മെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു റിനിയോടുള്ള സാധനം. പക്ഷെ ഇതിന് ശേഷം മറന്നു പോകുന്നൊരു കാര്യം, പിന്നീട് റിനി ആ സ്റ്റേജിൽ അത്രയും വിശിഷ്ടാതിഥി സുരക്ഷ ആവശ്യമുള്ള Z+ കാറ്റഗറിയുള്ള 8 പേരും കണ്ടവളും ഉണ്ടായിരുന്നു. അത്രയും പേരുള്ള കാറ്റഗറി ഇരിക്കുന്നിടത്ത് അവൾ സെൽഫി എടുത്തിടുമ്പോൾ അത് ഓർക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അനൂപ് ജാക്കബ് വിളിക്കുന്നു, ഇന്ന് അനൂപ് ജാക്കബ് എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കയറാൻ പറ്റിയില്ല. പലരുടെയും മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും പറ്റില്ല. പുറത്തായി. MLA-മാർക്ക് കയറാൻ പറ്റിയില്ല. കോൺഗ്രസിന് നിരവധി നേതാക്കൾക്ക് കയറാൻ പറ്റാതിരിക്കുമ്പോൾ ഈ റിനി ആൻഡ് ജോർജ് സ്റ്റേജിൽ വരെ കയറി എന്ന് പറയുമ്പോൾ അത് വളരെ ദുരൂഹമാണ്. സെക്യൂരിറ്റി ലാപ്സ് ആണ്, ഭീകര സെക്യൂരിറ്റി ലാപ്സ് ആണ്. നമുക്ക് ആർക്കും കയറാൻ കഴിയില്ല. അതാണ് ജിൻഡോ ജോൺ പോസ്റ്റ് ഇട്ടു. ജിൻഡോ ജോൺ നിരാശ ജിൻഡോൺ പറഞ്ഞു വിയർപ്പൊഴുക്കി ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് ആ പരിസരത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യം പോലീസ് തിരിച്ചുവിടുമ്പോൾ എവിടെ നിന്നും ഒരു അവതാരം അവിടെ കയറി ഇതൊക്കെ ചെയ്തു. അത് ഈ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥലത്ത് കലാശക്കൊട്ടനെ എതിർ സ്ഥാനാർത്ഥി വിളിച്ച ആള് ഭയപ്പെടുത്തുന്ന കാര്യമാണെന്ന് ജിൻഡോ ജോൺ പറഞ്ഞു. ഇതിന് വേറെ കാര്യം കൊണ്ട് അത് പിന്നീട് ഈ റിനി അതുകൊണ്ടൊന്നും പറഞ്ഞില്ല, ഞാൻ അവതാരമാണ്, ഞാൻ ദുഷ്ടന്മാരെ അതിനുശേഷം സകല മന്ത്രിമാർ രമേശ് ചെന്നിത്തല, റോജി ഏട്ടൻ, വിഷ്ണു ഏട്ടൻ, ചെന്നിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒരു സ്ത്രീ, യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു സ്ത്രീ, അവർ സകല സംവിധാനങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് വി ഡി സതീശനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന സ്ത്രീ, അവര് ഈ കോൺഗ്രസ് പാർട്ടിയെ ഇലക്ഷൻ സമയത്ത് പ്രതിക്കൂട്ടിലാക്കുക എന്ന ലക്ഷ്യത്തിൽ വല്ലാത്ത ഒരു ലൈംഗികാപവാദ കേസിൽ ചുക്കാൻ പിടിച്ച സ്ത്രീ, അവർക്ക് ഏത് മന്ത്രിയുടെയും ഓഫീസിൽ ഇപ്പോൾ കയറിറങ്ങി നടക്കാം എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അവർക്ക് ഏത് കോൺഗ്രസ് നേതാവിനേക്കാൾ സ്വാധീനം ഉണ്ടെങ്കിൽ അത് ലോങ് ടൈമിൽ വലിയ ദോഷം ചെയ്യും. അല്ല, അവതാരങ്ങളെ നമ്മൾ സൂക്ഷിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പറഞ്ഞാൽ അവതാരങ്ങൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. കാരണം എങ്ങനെയാണ് പെട്ടെന്ന് മുഖ്യമന്ത്രി ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ഒരാൾ 2 ദിവസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ വേദി കയറി VVIP ഇരിക്കുന്നത് കയറി ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായ കാര്യമാണത്. ഇതിന്റെ മറ്റൊരു വശം അതോടെ പറഞ്ഞാലേ ഇത് പൂർത്തിയാവത്തുള്ളൂ. 2 IAS ഓഫീസർമാർ, B അശോകും പ്രശാന്ത്, ഈ 2 പേരും വാസ്തവത്തിൽ ഈ സർക്കാർ ഈ പിണറായിക്കെതിരെ ഉണ്ടായ വികാരത്തിന് നിർണായകമായ ഘടകമായവരാണ്. ഈ 2 പേരുടെയും നിലപാട്, അവർ 100% സത്യസന്ധരായ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരാണ്. 100% സത്യസന്ധരാണ്. ഒരു തരത്തിലും വഴങ്ങാത്ത, എന്നാൽ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവർ അഴിമതിക്കാരാണെന്ന് ഇവരുടെ എതിരാളികൾ പോലും പറയത്തില്ല. ഇന്നേ വരെ അഴിമതിയെ കുറിച്ച് ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമ്പോഴും ഇവര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊന്നും മാത്രമേ ഉള്ളൂ. ചട്ടം ലംഘിച്ചു. എന്ത് ചട്ടം ഇവർക്കറിയാവുന്ന മറ്റാർക്കും അറിയത്തില്ല. അപ്പൊ ഇതിൽ ഞാൻ പ്രശാന്തിനെ അവിടെ മാറ്റിവെക്കുക. പ്രശാന്തിന് മേൽ പല അച്ചടക്ക നടപടിയുണ്ട്. 9 സസ്പെൻഷൻ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അത് മാത്രമല്ല, ഈ പ്രശാന്തിന്റെ മേലുള്ള അച്ചടക്കത്തിൽ ആദ്യത്തെ അച്ചടക്ക നടപടിയുടെ എല്ലാം തന്നെ, അവസാനത്തെ 3 ഒഴിച്ചാൽ ആദ്യത്തെ എല്ലാം തന്നെ മുഖ്യമന്ത്രി ഒറിജിനലി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒറിജിനൽ ഫയൽ കണ്ടുപോയത് നിയമവിരുദ്ധമാണ്. പക്ഷെ അശോകിന്റെ മേലുണ്ടായ ഏക അച്ചടക്ക നടപടി സർക്കാർ ഇലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലിരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി വാശി തീർക്കാൻ വേണ്ടി എടുത്താണ്. ഉറപ്പാണല്ലോ, ചീഫ് സെക്രട്ടറി ആദ്യം മുതൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ സർക്കാർ ചുമതലയേറ്റാൽ ആദ്യം എടുക്കേണ്ട തീരുമാനം ഈ പിണറായിയുടെ പകയ്ക്ക് ഇരയായി 2 ഓഫീസർമാരും തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അടിയന്തരമായി തിരിച്ചെടുക്കുക. ഇതുവരെ അതാണ് അവിടെ കാവ്യനീതി, പൊളിറ്റിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് തിരിച്ചെടുക്കുന്നത് എടുത്തിട്ടില്ല ഇന്നേ വരെ. അതായത് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാനത് 2 ദിവസമായി ഞാൻ ആ മന്ത്രിസഭ ഉണ്ടായി എന്ന മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ അവരെ തിരിച്ചെടുത്തിട്ടില്ല. ആ തിരിച്ചെടുക്കാൻ ഈ പറയുന്ന നടപടിക്രമങ്ങളൊന്നുമില്ല. പലരും പറയാനുള്ള ഒരു നടപടിക്രമവും ഇല്ല. അത് മുഖ്യമന്ത്രി ഒപ്പിടുന്നു, അത് മാത്രം മതി. അതായത് ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ മേലുള്ള എല്ലാ അച്ചടക്ക നടപടികളും റദ്ദു ചെയ്തുകൊണ്ട്, അതായത് മറ്റേ അന്വേഷണം നടത്തി കഴിഞ്ഞ് പൂർത്തിയാക്കുകയല്ല ചെയ്യേണ്ടത്, എല്ലാ അച്ചടക്ക നടപടികളും റദ്ദു ചെയ്യുക. ആ അച്ചടക്ക നടപടി റദ്ദു ചെയ്തിട്ട് ഇവരെ സർവീസിൽ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവിറക്കാൻ 5 മിനിറ്റ് മതി, 3 മിനിറ്റ് മതി. ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇതൊക്കെ ചെയ്യാൻ ചുക്കാൻ പിടിച്ച ചീഫ് സെക്രട്ടറി ഇപ്പോഴും അവിടെ കസേരയിൽ. അതാണ് അപകടം എന്ന് പറയുന്നത്. എപ്പോഴും പിണറായി വിജയന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂടെ പിടിച്ച, എല്ലാ അഴിമതിക്കും കൂടെ പിടിച്ച നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. നമ്മൾ ഓർക്കണം,
ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ഈ UDF സർക്കാർ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വെള്ളം കോരുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അതെ, റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർ അവരെ ഉൾപ്പെട്ടിരിക്കുന്ന അനേകം തട്ടിപ്പ് കേസുകളുണ്ട്. അതിൽ അവർ പ്രധാന പ്രതികളായിരിക്കുന്ന 36 കേസുകളുണ്ട്. മുട്ടിൽ മരമുറി കേസ് 36 കേസുകൾ. ഈ 36 കേസ് 1, 2, 3 പ്രതികളെ മുതലാളിമാരെ സഹോദരങ്ങളാണ്. ഈ കേസിൽ അവർക്ക് തട്ടിപ്പ് നടത്താനുള്ള ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്ത ആൾ ഈ ജയതിലകാണ്. നോക്കുക, ജയതിലകെതിരെ ആരോപണങ്ങൾ നിസ്സാരമല്ല. ജയതിലക സ്പൈസസ് ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ അയാളുടെ അപ്പോഴത്തെ ഭാര്യയാണോ കാമുകയാണെന്ന് അറിയത്തില്ല, ആ സ്ത്രീയുടെ മകളെ, ആ സ്ത്രീയുടെ പേരിൽ മകളെ ജോലിക്ക് വെച്ചു നിയമവിരുദ്ധമായിട്ട് അവരുടെ പേരിൽ ട്രാവൽ ഏജൻസി ഉണ്ടാക്കിയിട്ട് സ്പൈസസ് ബോർഡ് ഇത് കോടിയുടെ ഇടപാട് നടത്തി. CBI അന്വേഷണം വന്നിട്ട് സ്വാധീനിച്ചാണ്. ഇദ്ദേഹം ഓഫീസിൽ ഹാജരാവത്തേ ഇല്ല, കള്ളവപ്പിട്ടാണ് ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നത്. എല്ലാ അഴിമതിക്കും കുടപിടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പക വീട്ടാൻ വേണ്ടിയാണ് ഈ പ്രശാന്തിനെയും ഈ ഡോക്ടർ ബി അശോകനെ എല്ലാം സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങേരിപ്പോഴും ഇരുന്ന്. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് വളരെ നിരാശയുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇവരെ തിരിച്ചെടുക്കുന്നത് അങ്ങനെ കരുതിയിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷിച്ചു. അപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പച്ചക്കൊടി കാണിച്ചു. മുഖ്യമന്ത്രി ഒരു കുറിപ്പ് കൊടുത്തു ചീഫ് സെക്രട്ടറിക്ക്, ഇദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ള കുറിപ്പ് കൊടുത്ത അപ്പോൾ അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും സംസാരിക്കണം, എന്നിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതേ വിഷയത്തിൽ. എന്നിട്ട് ആ വ്യക്തിപരമായ സംഭാഷണത്തിൻ്റെ പുറത്ത് ഈ തീരുമാനം, അതായത് മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കാൻ പറയുമ്പോൾ ചീഫ് സെക്രട്ടറി മടിച്ചു നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, എല്ലാ അഴിമതി ഓർക്കണം, ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹം ഇവർ പുതിയ സർക്കാർ വന്ന് ഇതിന് പെൻഷൻ മുടങ്ങുമെന്ന്. പെൻഷൻ മുൻകൂട്ടി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, എല്ലാം തയ്യാറാക്കി അദ്ദേഹത്തിന് സേഫ് ആക്കി വെച്ചിരിക്കുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ഈ സർക്കാരിന് ചുക്കാൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അപകടം ഈ സർക്കാരിന് വരാനില്ല. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണല്ലോ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ഗവൺമെന്റ്. അതാണ് എല്ലാ വകുപ്പുകളിലും സ്വാധീനം നിർത്താൻ കഴിയുന്ന ഒരാളാണ്. സ്വാധീനമല്ല, ഇതിനകത്ത് ചീഫ് സെക്രട്ടറിയാണ് സർക്കാർ. അതെ. അപ്പം ഈ ചീഫ് സെക്രട്ടറിക്ക് ഏത് ഫയലും വിളിച്ചു വരുത്താം, ചീഫ് സെക്രട്ടറിക്ക് ഏത് ഫയലും ഓൾട്ടർ ചെയ്യാം, ചീഫ് സെക്രട്ടറിക്ക് അത്ര അധികാരം ഓൾട്ടർ ചെയ്തൊക്കെ അന്വേഷണം വരാം. ഇത്തരത്തിലിരിക്കുന്ന ആ ഇപ്പോൾ ഈ സർക്കാർ ചുമതലയേറ്റ് ഇത്രയും കാലമായിട്ടും ഈ സർക്കാരിനെ നയിക്കുന്നത്, സർക്കാരിന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ഈ പഴയ അഴിമതിക്കാരനായ പിണറായിയുടെ കാവലായ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയാണ് ഈ കിഫ്ബി അടക്കമുള്ള എല്ലാ തട്ടിപ്പിനും കുടപിടിച്ചുകൊണ്ടിരുന്നത്. കിഫ്ബിയുടെ ചീഫ് പോയെങ്കിലും അടുത്ത ചീഫ് അവിടെ തന്നെ ഉണ്ട്. എല്ലാ നിയമവിരുദ്ധ പ്രവർത്തികളും ചുക്കാൻ പിടിച്ചിരുന്ന ആൾ അവിടെ. യഥാർത്ഥത്തിൽ എന്നെ അതിശയിച്ചത് ഈ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ പണിയറിയാവുന്ന സത്യസന്ധര ഉദ്യോഗസ്ഥരെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അയാളെ മാറ്റി നിർത്തണം. അയാൾക്ക് ലീവ് എടുക്കാമല്ലോ. ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല തൽക്കാലം, അന്വേഷണം. ഒരു മാസം കണ്ടല്ലേ ഉള്ളൂ. അപ്പൊ തൽക്കാലം അയാളെ ലീവ് എടുപ്പിച്ചുകൊണ്ട് പുതിയ ആളെ ചുമതല കൊടുപ്പിച്ചിട്ട് കാര്യം പഠിച്ചു. ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഈ സർക്കാർ ചെന്ന് എന്ത് സംശയം ചോദിച്ചാൽ ഉത്തരം പറയുന്ന ആരാണ്? ചീഫ് സെക്രട്ടറി. അത് വേറെ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി പുതുമുഖമാണ്, മന്ത്രി എന്നുള്ളത് ഭരണാധികാരി എന്നുള്ളത് പുതുമുഖമാണ്. മറുഭാഗത്ത് പറയാൻ ആരുമില്ല. ഇപ്പം അശോകിനെ കുറിച്ചോ പ്രശാന്തിനെ കുറിച്ചോ വളരെ മോശമായി ഒരു കമന്റ് പറഞ്ഞാൽ തിരിച്ചു പറയാൻ ആരുമില്ല. അതൊരു വലിയ വിഷയമാണ്. ഇത് ഗൗരവമൊരു വിഷയമാണ്. അതായത് ഇത്രയും ദിവസം ആ രണ്ടുപേരെയും തിരിച്ചെടുത്തിട്ടില്ല എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ്. ഇത് വലിയൊരു അപകടത്തിന്റെ സൂചനയാണ്. റിനി ഒരു അപകട സൂചനയാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഈ സർക്കാരിന്റെ, പഴയ സർക്കാരിന്റെ, പിണറായിയുടെ എല്ലാ അവശിഷ്ടങ്ങളും കൃത്യമായി പേറുന്ന ആ ഉദ്യോഗസ്ഥരെ ഇപ്പോഴും നിലനിർത്തുന്നു. അതുപോലെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും. ഉദ്യോഗസ്ഥന്മാര് ഇവരെങ്ങനെ വിശ്വസിക്കും? നമുക്ക് കൊച്ചിയിൽ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം, പോലീസിൽ DGP തൽക്കാലം മാറ്റാൻ തടസ്സമുണ്ട്. പക്ഷെ എന്തോ മാറ്റിയല്ല, ഉദ്യോഗസ്ഥരെ മാറ്റാമല്ലോ. ബാക്കി ഈ പിണറായി സർക്കാരിന് കൊട പിടിച്ചു കൊടുത്ത് സകല തോന്നിയ അവസരം കാണിച്ച് എത്ര IPS കാരുണ്ട്. IPS കാരും SI-മാരെ SHO-മാരെ മാറ്റിയിട്ടില്ല. വളരെ കുറച്ച് പേരെ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായ വിവരങ്ങൾ മറ്റവർക്കും കിട്ടും. ഇവരെ പഴയ ബോസുമാർ എല്ലാ കാര്യങ്ങളും കിട്ടും. അതായത് ഇവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ആശാ വർക്കറെ കുറിച്ച് ചെയ്തത് നല്ലതാണ്. അതെ. അല്ലെങ്കിൽ ഈ മറ്റേ ഷൗക്കത്തിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മറ്റേ അന്വേഷണം നടത്താൻ നല്ലതാണ്. ഇതൊക്കെ നല്ലതെന്ന് പറയുമ്പോഴും അടിയന്തരം ഒരു ദിവസം പോലും മെനക്കെടുത്താതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കാര്യം, സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ഇത് അടിവേര് മാന്തും. ഞാൻ പറഞ്ഞു, എൻ്റെ പുരയിടത്തിൽ തെങ്ങ് വാഴത്തില്ല, ബാക്കിയെല്ലാം എനിക്ക് കയറും, എനിക്ക് തെങ്ങ് വാഴത്തില്ല. ചേമ്പും ഉണ്ടാവാറില്ല, അതെനിക്കറിയത്തില്ല. കാച്ചിലെ, ചേന, ഇഞ്ചി, മഞ്ഞള്, മരച്ചീനിയെല്ലാം. ചേമ്പ് എന്താ കാലത്ത് പിടിക്കാറില്ല. പിന്നെ ചേമ്പ് ഞാൻ ചെയ്യുന്ന ശാസ്ത്രീയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തെങ്ങിൻ്റെ കാര്യം എനിക്ക് തഴച്ചു കയറി വരും. എന്നിട്ട് നമ്മൾ വളരെ സംരക്ഷിച്ച് നിർത്തും. പക്ഷേ നമ്മൾ അറിയാതെ എന്തോ ഒരു സാധനം വണ്ട്
അടിയിൽ കൂടെ കയറും. മുകളിൽ പട്ടിക്കുന്നല്ലേ ഭാഗം അതൊന്നുമില്ല, മേളിലൊന്നും പെട്ടതില്ല. അടിയിൽ നിന്ന് കയറിയിട്ട് അടി മൊത്തം തിന്നും. അടിയിൽ നിന്ന് ഇതങ്ങോട്ട് കയറിയിട്ട് അടിഭാഗം മൊത്തം തിന്നിട്ട് പച്ചയോടെ ഇത് മറിഞ്ഞു വീഴും. പച്ചയോടെ മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ തെങ്ങ് പോയെന്ന്. ഞാൻ ഈ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നതിന് വെച്ചാൽ ആരും ഒന്നും അറിയത്തില്ല. ഈ വണ്ടുകൾ അവിടെ തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ. ഈ വണ്ടുകൾ അകത്തേക്ക് കയറിയിട്ട് ഇത് മറിച്ചിടുമ്പോഴേ അറിയത്തുള്ളൂ. അല്ല, മാത്രമല്ല ഇനിയിപ്പോൾ പുതുതായിട്ട് ആളുകൾ വെക്കുമ്പോഴും സൂക്ഷിച്ചോളണം. പെട്ടെന്നൊന്ന് വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വേറെ പലരും കാണും. അല്ല, അത് ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഈ രാജമാണിക്യം എന്തെല്ലാം അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുണ്ടെന്ന് ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് രാജമാണിക്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എനിക്ക് വളരെ പരിചയമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വലിയ ഇടപാടിന് അദ്ദേഹം നിന്നുകൊണ്ടാണ്. ഞാൻ ആ സ്ഥാപനം ആഗ്രഹിക്കാത്തത് വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകാനായിട്ട് തീരുമാനിച്ചത്. ഞെട്ടിപ്പോയി ഞാൻ കേട്ടപ്പോൾ. ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതുവരെ തീരുമാനം നീണ്ടിരിക്കുന്നു. ഈ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുമ്പിലുണ്ടാവും. അപ്പം അഴിമതിയോട് ലെവലേശം വിട്ടുവീഴ്ചയില്ലാത്ത ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ പുറത്തു നിർത്തിയിട്ട് ഈ അഴിമതിക്കാര് ഇത്തരത്തിൽ പോയാൽ ഭയപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ അഴിമതി ചെയ്തവരെയും ഈ പോലീസിൽ തോന്നിയ ദിവസം കാണിച്ചവരും പേരും മാതൃകാ നടപടി ശരിയാണ്. ആലപ്പുഴ തല്ലിയ ഗവൺമെന്റ്മാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച നല്ല കാര്യമാണ്. ഇതുപോലെ എത്ര നിരപരാധികൾ. അതുപോലെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ചെയ്യേണ്ടിയിരുന്നതാണ് ആദ്യ മന്ത്രിസഭത്തിൽ, രണ്ടാമത്തെ മന്ത്രിസഭത്തില്ല, നമ്മുടെ ആ പൂക്കോട്ട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അന്വേഷിക്കാനുള്ള പുതിയ അന്വേഷണ സംഘത്തെ വയ്ക്കണം. സിദ്ധാർത്ഥന്റെ അന്വേഷിക്കണം. നവീൻ ബാബുവിന്റെ വൈകുന്നത് നവീൻ ബാബുവിന്റെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ വൈകാരികമായ വിഷയമാണ്. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കണ്ണീരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ താഴെ പോയത്. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാത്ത നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഒരു പ്രത്യേകത, മഞ്ജുഷയുടെ പ്രത്യേകത, അവരുടെ കണ്ണിൽ കണ്ണീരല്ല, അവരുടെ കണ്ണിൽ കാളീദേവിയുടെ ശക്തിയാണ് അവരുടെ കണ്ണുകൾ. ആ കണ്ണുകൾ കാണുന്ന മനുഷ്യർ ഇവരെ വെറുത്തു. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ദിവസമായിട്ട് മെല്ലെ പോകുന്നു ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഇതിനൊക്കെ ഈ പറയുന്ന പിണറായിയുടെ വൃത്തികേടിനെതിരെ സഖികെട്ട് പുറത്തു വന്ന 2 ഉദ്യോഗസ്ഥരെ തിരിച്ച് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കേസുകളുടെ കാര്യം അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇത് വളരെ ഈ അശോകനെ സസ്പെൻഡ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? പ്രശാന്ത് പിന്നെ കുറെ കാലമായിട്ട് സസ്പെൻഷനാണ്. അശോകനെ സസ്പെൻഡ് ചെയ്തത് അശോക് സർവീസിൽ ഉണ്ടെങ്കിൽ അശോക് ആയിരിക്കും സർക്കാർ ഈ പറയുന്ന പുതിയ സർക്കാരിന് അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പം അശോകിനെ സർവീസിൽ നിന്ന് അകറ്റി നിർത്തിയാൽ മാത്രമേ ഈ ചീഫ് സെക്രട്ടറിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റൂ, അയാളെ അവിടെ കയറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അശോകന്, അതാണ് ഞാൻ എനിക്ക് അശോകന് കാര്യം. പ്രശാന്തിന്റെ അച്ചടക്ക നടപടിക്രമങ്ങൾ 1.5 കൊല്ലമായിട്ടുണ്ട്. അതും സസ്പെൻഷൻ മാറ്റി എടുക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. ഞാൻ മനസ്സിലാക്കി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് യാചിച്ചിരിക്കുകയാണ്, ഞാൻ ഒരു മാസം കൂടെ ഉള്ളൂ, ഞാൻ ലീവ് എടുത്തോളാം, അതുവരെ അവരെ തിരിച്ചു കയറ്റി പ്രശാന്തിനെ തിരിച്ചു കയറ്റരുത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്താ പറയേണ്ടത്? ഈ ആവശ്യമില്ലാത്ത സമ്മർദ്ദത്തിൽ നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും, മര്യാദയ്ക്ക് ചെയ്യുമെന്ന് പറയണ്ടേ? അത് കരുണാകരനെ വരെ കണ്ട് പഠിക്കാം. ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ നിലയ്ക്ക് നിർത്തുന്നത് ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താത്തത് കൊണ്ടാണ് പിണറായി വിജയന് പണി കിട്ടിയത്. അതെ, അദ്ദേഹം ഇരട്ടച്ചങ്കനാന്ന് പറഞ്ഞ് നടന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചങ്കയുണ്ടായിരുന്നു. ആ ചങ്കയില്ലാതിരുന്ന് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ഈ വിനു വിജോൺ 2016 ഒരു ചാനൽ ചർച്ച ഞാൻ ഓർക്കുന്നുണ്ട്. ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു കാഴ്ച കൊണ്ടു. ട്രാഫിക് ലൈറ്റ് കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം, ഒരു പോലീസ് വണ്ടിയും എന്നൊക്കെ പറഞ്ഞ് വളരെ വികാരപരമാണ്. ഇതായിരുന്നു 2016 പിണറായി വിജയൻ അധികാരത്തിൽ എത്തുമ്പോൾ. പിന്നീട് ഈ പോലീസുകാരാണ് മാവോയിസ്റ്റുകൾ കൊല്ലും, അവര് കൊല്ലും, ഇവര് കൊല്ലും എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്ന് അകറ്റിയത്. ഇനി ഇതാ പിണറായി വിജയൻ അതും കഴിഞ്ഞിട്ട് ഈ സ്റ്റീൽ ബെഞ്ച് പോയിരിക്കും, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ കെണിയിൽ വീണ് ഇമേജ് പോയ ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ നോ പറയേണ്ടത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് കൃത്യമായ പണിയാകും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നിർണായകമാണ്. ഒരു മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏൽക്കുന്ന ആൾ ഒരാഴ്ച എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വലിയ അപകടത്തിൽ മാത്രമല്ല ഈ ഭരണ പരിചയം ഇല്ല ഇദ്ദേഹത്തിന് വരുത്തി തീർക്കാനുള്ള ശ്രമം മറ്റൊരു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാവും. അതിനുള്ള എല്ലാ പദ്ധതികളും അവർ നേരത്തെ ആവിഷ്കരിക്കും. ഇതിനകത്ത് ഇവർ മനസ്സിലാക്കേണ്ടത് ഈ CPM-ന്റെ വ്യാജ പ്രചരണങ്ങൾ നിസ്സാരമല്ല. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ഇപ്പൊ പ്രചരിക്കുന്ന ഇടതുപക്ഷക്കാർ പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിനെതിരെ കുറ്റം പറഞ്ഞിട്ട് നോക്കൂ, സതീശന്റെ വാഹന വീഡിയോ കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഏതോ ഒരു Z+ കാറ്റഗറിയുള്ള ഒന്നുകിലും ഗവർണർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രി വന്നതാവാം. ആരെ നമുക്ക് സതീശനെ കാണാൻ പറ്റുന്നില്ല,
ഇപ്പോൾ വണ്ടികളിലും ബ്ലോക്കായി കിടക്കുന്നു, താഴെ കിട പാഞ്ഞു പോകുന്ന വാഹനം കാണാം. ഇത് സതീഷിന്റെ അല്ല, സതീഷിന് എങ്ങനെ പോകുന്നില്ല. പക്ഷെ ഇതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ വിശ്വസിക്കും. അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉത്തരവിട്ടതായിരുന്നു ഈ ഏതാണ്ട് 3 കോടിയോ 4 കോടിയോ മുടക്കിയിട്ട് വീട് മോട് പിടിപ്പിക്കും. അതിന് ഉത്തരവാദിത്വം പിണറായി ഇവരുടെ പുറത്ത് വെക്കുന്നുണ്ട്. ഇനി അതാ പോട്ടെ, ഇന്ന് ഞാനൊരു അശ്വിൻ അശോക് എന്ന് പറഞ്ഞൊരു CPM കാരൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ കണ്ടതാണ്. അയാൾ പറഞ്ഞത് 4600 കോടി രൂപ കടമെടുത്തിരിക്കുന്നു UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. നോക്കൂ, ഇവർ കടത്തിനെതിരെ ബഹളം വെച്ചിട്ട് നോക്കൂ, ഇവർ അധികാരം സത്യപ്രതിജ്ഞ ചെയ്തോളൂ. ഇവർ കട അവിടെ ഓടിച്ചെന്ന ഉടനെ മോദി എനിക്കൊരു 4500 കോടി തരണം എന്ന് പറഞ്ഞാൽ തരുന്ന സാധനമല്ല. പറഞ്ഞാണ് ഇതിൽ കാണുന്ന സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾ നമ്മുടെ നാട്ടിൽ. ഇതൊരു പ്രോസസ്സിന്റെ ഭാഗം. ഒരുപക്ഷെ ഇവർ നേരത്തെ അപേക്ഷിച്ച് എപ്പോഴായിരിക്കും വരുന്നത്? ഈ സംസ്ഥാന സർക്കാർ കടത്തിന് വേണ്ടി കൊടുത്ത അപേക്ഷയിലെ പണം വരുന്ന എപ്പോഴായിരിക്കും? അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഇവർ വ്യാജ പ്രചരണങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് ചില കാര്യങ്ങൾ എടുക്കാതെ. അതുപോലെ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകൾ തുറക്കണമെന്നുള്ളത്, മെയിൻ ഗേറ്റ് തുറന്നു, ശരി. പക്ഷേ ഇപ്പോഴതിനകത്ത് കയറാൻ പ്രവേശനം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അനുവാദം കൂടെ അകത്ത് പ്രവേശിക്കത്തുള്ള ബോർഡ് ഇപ്പോൾ ഇരിപ്പുണ്ടാകും. കയറാൻ പറ്റുന്നില്ലേ? കയറാൻ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. പറ്റുമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ആളുകൾ കുഴപ്പമില്ല അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ പാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാസ് എടുത്താൽ കുഴപ്പമില്ല. കുറച്ച് പേരെ കയറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ മാറ്റം. എന്തായാലും ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയാം. വളരെയധികം ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആ ആദ്യത്തെ ആഴ്ചയിൽ എന്തെടുക്കുന്നു എന്നതാണ്. ഒരു കല്യാണം കഴിയുന്ന, ഞാനെപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെല്ലാം കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഉപദേശമുണ്ട്. നമ്മുടെ പിള്ളേരുണ്ടല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഞാൻ കൊടുക്കുന്നൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാണ്. നിങ്ങളെ പരമാവധി നിങ്ങളുടെ ഭാര്യമാർ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ അമിതമായ സ്നേഹം കാണിച്ച് വാത്സല്യം കാണിച്ച് കാല് തിരുമ്മി ഇരുന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കാല് തിരുമ്മി ഒരു സ്നേഹം ചിരിച്ചേ കൊടുത്താൽ മതി. അപ്പൊ ഒരു ഗൗരവം വിടാതെ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് കാല് വീണ് അയ്യോ ചക്കരെ പാലേ മോലെ എന്നൊക്കെ വരിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും. പെണ്ണുങ്ങൾ തലേ കയറിയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു അകലം പാലിച്ച് ഒരു മിനിമം സ്നേഹമൊക്കെ കൊടുത്ത് ഇതെല്ലാം ഇവരുടെ ആ പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആർത്തിയും എല്ലാം കൂടെ ഉണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് ഈ ഒരാഴ്ച എങ്ങനെയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിമാരും പെരുമാറുന്നത് എന്നത് ഉദ്യോഗസ്ഥന്മാർ ഇവരെ വിലയിരുത്താനും മാർക്കിടാനും കാരണമാകും. അതനുസരിച്ചായിരിക്കും ഇവരെ മാർക്കിടുന്നത് നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മന്ത്രിമാർ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. അദ്ദേഹത്തിന് അവരുടെ ഉപദേശം തേടാൻ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും തേടണം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ജയതിലക് അവിടെ തുടരുന്നു, എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനം അവിടെ തുടരുന്നു, DGP തുടരുന്നു, പോലീസിലെ ഉന്നതന്മാരെല്ലാം അവിടെ തന്നെ. അതേസമയം സർക്കാരിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊണ്ട B. അശോകിനെയും പ്രശാന്തിനെയും തിരിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് ഭയപ്പെടുത്തുന്നൊരവസ്ഥയാണ്. ഇത് ഈ സർക്കാരിൻ്റെ ഭാവിയുടെ ഒരു ചൂണ്ടുപലകയായി നമുക്ക് കാണേണ്ടി വരും. നന്ദി.